ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഫിസിക്സാണ് നോക്കാൻ പോകുന്നത്. ഫിസിക്സ് നമ്മൾ എന്തായാലും പഠിച്ചത് നമ്മൾ പ്രോബ്ലമാണ് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ ജൂൾസ് ലോ പഠിച്ചു. ഇനി അതിൻ്റെ റിലേറ്റഡായിട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കാനുണ്ട്. നമ്മൾ മെയിനായിട്ട് ഹീറ്റ് ജനറേഷൻ അല്ലേ, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. H=I²RT, H=VIT, H=V²T/R. ഈ 3 ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ആ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള പ്രോബ്ലമാണ്, പേജ് നമ്പർ 12 പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കാം. How much will be the heat developed if 0.2 ampere current flows through a conductor of resistance 200 ohm for 5 minutes? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു 0.2 ആംപിയർ എന്താണ് ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുകയാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് പ്രതിരോധം എന്ന് പറയുന്നത് 200 ഓം ആണ്. 5 മിനിറ്റ് അങ്ങനെ ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്താൽ എന്തോരം ഹീറ്റ്, എന്തോരം താപോർജ്ജമാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മളുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ക്വസ്റ്റിനിൽ തന്നെ മെഷേഴ്സൊക്കെ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ കറണ്ട് അല്ലേ, കറണ്ടിന് ഐ എന്നാണ് പറയുന്നത്. ഐ = എത്ര തന്നിട്ടുണ്ട്? 0.2 ആംപിയർ. ഐ = 0.2 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് R=200 ഓം. യൂണിറ്റ് ഉണ്ടോ? ആംപിയർ കറണ്ടിൻ്റെ യൂണിറ്റ്, ഓം നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. എന്താണ് ടൈം തന്നിട്ടുണ്ട് അല്ലേ. ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് എന്നാണ് തന്നത്. അപ്പോൾ ഞാൻ ജൂൾസിലോ പറഞ്ഞു എപ്പോഴും നമ്മൾ സമയം എടുക്കുന്നതിലേക്കും സെക്കൻഡിലാണ് നമ്മൾ സമയം എടുക്കേണ്ടത്. ബേസിക് യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡാണ്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ എപ്പോഴും സെക്കൻഡിലാണ് സമയം എടുക്കുക. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? എത്ര മിനിറ്റ് ആണ് തന്നെ അതേ × 60 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സെക്കൻഡ് കിട്ടും. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് അല്ലേ. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 60. അപ്പോൾ 7 മിനിറ്റ് ആണെങ്കിൽ 7 × 60. എത്രയാണ് വലിയ സംഖ്യയാണ്, എത്ര മിനിറ്റാണ് കണ്ടുപിടിക്കാനുള്ളത്, എത്ര മിനിറ്റിനെയാണ് നമുക്ക് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്, ആ മിനിറ്റ് × 60. ഇപ്പോൾ ഇവിടെ എന്ത് വരും? മിനിറ്റ് ആക്കുകയാണെങ്കിൽ 5 × 60 സെക്കൻഡ്സ്. 5 × 60 സെക്കൻഡ്സ് പറയുമ്പോൾ 300 സെക്കൻഡ്സ്. 5 മിനിറ്റ് നമ്മൾ സെക്കൻഡ്സിലാക്കി 300 സെക്കൻഡ്സ് കിട്ടി. എങ്ങനെയാണ് സെക്കൻഡ്സിലേക്ക് ആക്കാം? എത്ര മിനിറ്റിനെയാണ് സെക്കൻഡ്സിലേക്ക് ആക്കാനുള്ള ആ മിനിറ്റ് × 60. കാരണം എന്താ, 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. അതുകൊണ്ട് 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 × 60 സെക്കൻഡ്. 5 × 60 എന്ന് പറഞ്ഞാൽ 5 × 6 30. ഒരു 0 കിടപ്പുണ്ട്. അപ്പോൾ 300 സെക്കൻഡ്സ്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഐ അറിയാം, ആർ അറിയാം, ടി അറിയാം അല്ലേ. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഹീറ്റ് ഡെവലപ്പ് അല്ലെങ്കിൽ താപോർജ്ജം ഉണ്ടായത്ര ഹീറ്റ്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഐയും ആറും ടി ഉള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. ഏതാണ്? H=I² × RT. ജൂൾസ് ലോ അല്ലേ ഇത്? I²RT. ഇനി എന്താണ് നമുക്ക് ഈ വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. I² ആണല്ലേ. ഐ എന്ന് പറയുന്നത് എന്താണ്? 0.2. അപ്പോൾ എന്തൊരു 0.2² × R എത്രയാണ്? 200 × ടൈം എത്രയാണ്? 5 വയ്ക്കരുത്, തെറ്റും. എപ്പോഴും നമ്മൾ ടൈം സെക്കൻഡിലാണ് എടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ ടൈം മിനിറ്റിലാണ് തന്നിട്ടുള്ളെങ്കിൽ അതിനെപ്പോഴും നിങ്ങൾ സെക്കൻഡിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റും. 5 മിനിറ്റാണ്, നിങ്ങൾ സെക്കൻഡിലേക്ക് വന്ന് കിട്ടി 300 സെക്കൻഡ് കിട്ടി. നമ്മൾ എഴുതിയത് തന്നെ അവിടെ സെക്കൻഡ് 300 സെക്കൻഡ്. 0.2² × 200 × 300. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് വിലയിട്ട് നമുക്ക് ഇൻറ്റു ചെയ്യണം. ജസ്റ്റ് H=0.2² × 200 × 300. 0.2² എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? 0.2 × 0.2 എന്ത് രൂപ? 0.2² തന്നെ 0.2 × 0.2. 2 × 2 4 0 0 0 0 0 0. രണ്ട് ഡെസിമൽ പ്ലേസ് അല്ലേ. 2 ഡെസിമൽ പ്ലേസ് ആകുമ്പോൾ ആൻസർ ചെയ്യുന്നത് 2 ഡെസിമൽ പ്ലേസ് മാറ്റിയിട്ട് വേണം നമ്മൾ പോയിന്റ് ഇടാൻ. നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. കാരണം എന്താ, നമ്മുടെ ആൻസർ ക്വസ്റ്റിനിൽ 2 ഡെസിമൽ പോയിന്റ് ഉണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ആൻസറിൽ അത്രയും ഡെസിമൽ പോയിന്റ് നീക്കിയിട്ട് വേണം ഡോട്ട് ഇടാൻ. അപ്പോൾ അവിടെ നോക്കുക 0.2 × 0.2. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ അത്രയും ഡെസിമൽ പ്ലേസ് നമ്മൾ നീക്കണം. നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഇല്ലാണ്ട് ഇൻറ്റു ചെയ്യാം. നിങ്ങൾക്ക്
നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. പോയിന്റ് ഇല്ലാണ്ട് നമ്മൾ ഇൻറ്റു ചെയ്തു. 0 2 എന്ന് ഇൻറ്റു ചെയ്തു. 2 into 4 0, 0 into 2 0, 0 into 0 0. അപ്പോൾ എന്ത് കിട്ടി? 0 0 4 എന്ന് കിട്ടി അല്ലേ? ഇതാണ് നമുക്ക് കിട്ടിയ ഉത്തരം. നമ്മുടെ ക്വസ്റ്റിനിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു അല്ലേ? 0.2 into 0.2 എന്നാണ് എണ്ണ. ഒരു ഡെസിമൽ പ്ലേസ് മൊത്തം 2 ഡെസിമൽ പ്ലേസ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് അല്ലേ? ഉത്തരത്തിൽ നിങ്ങൾ എത്ര ഡെസിമൽ പ്ലേസ് മൊത്തം മാറ്റി എഴുതണം? 2 എണ്ണം മാറ്റി എഴുതണം. അപ്പം ലാസ്റ്റ് ചെയ്യുന്ന 2 എണ്ണം നീക്കിയിട്ടാണ് നമ്മൾ ഇടേണ്ടത്. അപ്പം എന്താണ് എൻ്റെ ആൻസർ? 0.04. 0.2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 0.04 ഇൻറ്റു 2 into 3 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാം? 6 ആണെന്ന് അറിയാം. ബാക്കി 4 0. അങ്ങനെ ഒരു 6 0 0 0 0. ഷോർട്ട് കട്ടിൽ നമ്മൾ ഇൻറ്റു ചെയ്യുന്നതാണ്. എന്താണ്? 2 into 3 6 ആണ്. പിന്നെ 2 0 2 0 അല്ലേ? ആ പൂജ്യങ്ങൾ നമ്മൾ എടുത്ത് എഴുതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് നോക്കാം. നമുക്ക് ഇൻറ്റു ചെയ്ത് മാച്ചറിയാണ്. നിങ്ങൾ നോട്ട്ബുക്കിൽ ഇത് ഇൻറ്റു ചെയ്തിട്ടാണ് ചെയ്യേണ്ട. ജസ്റ്റ് കോപ്പി അടിക്കരുത്. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. കാൽക്കുലേഷൻ്റെ തെറ്റ് വരുത്തരുത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാനുള്ളത്? ഇനി 60,000 ഇൻറ്റു 0.04. നമുക്ക് പോയിന്റ് മാറ്റി കഴിഞ്ഞിട്ട് ഇവിടെ ഇൻറ്റു ചെയ്യാം. ഇത് ഒറ്റടി കിട്ടും. ഇനി ആർക്കെങ്കിലും സംശയം എന്നുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ നിൽക്കുക. 6 into 4 24 അങ്ങനെ വെച്ച് ചെയ്യാം. ആർക്കെങ്കിലും അറിയാൻ പാടാത്തതുകൊണ്ടാണ് ഞാൻ ഇൻറ്റു ചെയ്ത് കാണിച്ചു തരുന്നത്. സീറോസ് എടുക്കണ്ടല്ലേ? 0 0 4 ഇൻറ്റു 6 എടുത്താൽ മതി. 24 4 റിമൈൻഡർ 2. നമ്മൾ 6ൻ്റെ 4 പൂജ്യം എടുത്തിട്ടില്ല. 0.04 into 6 ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പോയിന്റ് മാറ്റി കളഞ്ഞു. 0 0 4 into 6 എന്നാണ് ചെയ്യുന്നത്. 0 0 4 into 6 വരുമ്പോൾ 4 into 6 24 4 റിമൈൻഡർ 2. 6 into 0 0 റിമൈൻഡർ 2 ഉള്ളവരവിടെ 2 വരും. 0 into 6 0. ഇങ്ങനെ കിട്ടിയില്ല. ഇനി എത്ര പൂജ്യം ഉണ്ട് ബാക്കി ചെയ്താൽ നമ്മൾ? 4 പൂജ്യം ഉണ്ട് അല്ലേ? അപ്പം 4 പൂജ്യൻ്റെ ബാക്കിൽ ചെയ്താൽ 4. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി അല്ലേ? ഞാൻ നോക്കാം. ഈ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇൻറ്റു ചെയ്ത് ഇതിൽ എത്ര ഡെസിമൽ പ്ലേസ് ആണുള്ളത്? 2 കണ്ടോ? 2 നമ്പർ അല്ലേ ഡെസിമൽ പ്ലേസിന് മുമ്പുള്ളത്. അപ്പോൾ നമ്മൾ ആൻസറിൽ എന്ത് കൊടുക്കണം? 2 ഡെസിമൽ പ്ലേസ്. അവസാനത്തിൽ നിന്ന് 2 സംഖ്യ മാറ്റി ആ കുത്തിട്ട് കൊടുക്കണം. കാരണം എത്ര സംഖ്യകളാണോ ഉള്ളത് അത്രയും സംഖ്യേനെ ആൻസറിൽ വരണം. അതിന് വേണ്ടിയിട്ടാണ്. നോക്കിയുടെ 2 സംഖ്യ ആണല്ലേ? 1 2. അപ്പോൾ ആൻസറിൽ എന്ത് വരും? ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് മാറ്റാനുള്ളത് നമ്മൾ ബാക്കിൽ നിന്ന് 2 മാറ്റി ഇങ്ങനെ കുത്തും. 2 പോയിന്റ് മാറ്റി കുത്തും. എന്ത് കിട്ടും? 2400 ജൂൾ. ജൂൾ എന്ന് പറയുന്നത് ഇതിൻ്റെ യൂണിറ്റ് ആണ്. അതും എന്താണ് നിങ്ങൾ എഴുതുമ്പോൾ യൂണിറ്റിൽ എഴുതാൻ ശ്രദ്ധിക്കാം. നമുക്ക് ഒന്നുകൂടെയും പറഞ്ഞുതരാം. നമുക്ക് എന്താണ് കറണ്ട് അറിയാം. I എന്ന് പറയുന്നത് 0.2 ആംപിയർ ആണ്. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത് 200 ohm ആണ്. ടൈം 5 മിനിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 5 into 60. 5 into 60 എന്ന് പറയുമ്പോൾ 300 കിട്ടും. അപ്പോൾ 300 സെക്കൻഡ്സ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 0.02 ആംപിയർ റെസിസ്റ്റൻസ് 200 ആയിട്ടുള്ളൊരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യാണ് കറണ്ട്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് ആണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റ് എനർജി എത്രയാണെന്ന് ചോദ്യം. അപ്പോൾ ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം. നമുക്ക് എന്താ അറിയാം? Iയും Rഉം Tയും അറിയാം. അപ്പോൾ അത് 3 ഇക്വേഷൻ എന്താണ്? H = I² × R × T. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I² പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0.02 the whole square into 200 into 300. 0.02 the whole square എന്ന് പറയുന്നതാണ് 0.2 into 0.2. ഉത്തരം എന്താണ്? 0.04. അടുത്ത എന്താണ്? 200 into 300 എന്ന് പറയുന്നത് 60,000 ആണ് അതിൻ്റെ ഉത്തരം. എന്താണ്? ഇത് 2 കൂടി ഇൻറ്റു ചെയ്യണം അല്ലേ? 2 കൂടി ഇൻറ്റു ചെയ്യാൻ പറഞ്ഞു. എന്താണ്? ഈ സീറോസ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുക. ഡെസിമൽ പോയിന്റ് മാറ്റി നിർത്താം. സീറോസ് മാറ്റി നിർത്തിയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും അല്ലേ? മുമ്പിൽ സീറോ ഇവിടെ എഴുതാൻ കാലത്തിന് കാരണം എന്താ? മുമ്പിൽ സീറോന് വിലയില്ലല്ലോ. അപ്പോൾ നമുക്ക് 24 എന്താണ് 4 പൂജ്യങ്ങൾ കിട്ടി. ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ഡെസിമൽ പ്ലേസ് ഉണ്ട് അല്ലേ? 2 പോയിന്റാണ് ഡെസിമൽ പ്ലേസ് വന്നത്. 2 നമ്പറിന് മാറിയാണ് ഡെസിമൽ പ്ലേസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസറിലും 2 പ്ലേസ് മാറി ഡെസിമൽ പോയിന്റ് ഇട്ടു. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2400 ജൂൾ എന്ന് കിട്ടി. നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ചെയ്ത് ഇതിന് പകുതി വയ്ക്കാണ്ട് നിങ്ങൾ തന്നെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു ഓംസ് ലോ I is equal to V/R. അക്കോർഡിംഗ് ടു ജൂൾസ് ലോ H is equal to I²RT. നമ്മൾ നേരത്തെ ഡെറിവ് ചെയ്ത ഇക്വേഷൻ തന്നെയാണ്. എന്താണ് H കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? H is equal to V² into T divided by R. ഇതാണ് ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് തന്നെ പോവാം. Let's find out the heat developed in 3 minutes by a device of resistance 920 ohm working under 230 volt. എന്താണ് ഒരു ഹീറ്റ് ഡെവലപ്പറാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ H ആണ് കണ്ടുപിടിക്കാനുള്ളത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? സമയം 3 മിനിറ്റ് ആണ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം 920 ഓം ആണ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് എന്താണ്? 230 വോൾട്ടേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ട് സാധനം നമുക്ക് എഴുതി നോക്കാം. ആദ്യം എന്താണ്? V അല്ലേ? V 230 വോൾട്ട്. ഇനി എന്താണ്? R. R is equal to 920 ohm. T is equal to 3 minutes അല്ലേ? ഇതാണ് തന്നിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു തന്നിട്ടുള്ളത്? IRT ആയിരുന്നു തന്നിട്ടുള്ളത് അല്ലേ? IRT. അപ്പോൾ നമ്മൾ H is equal to I²RT വെച്ച് ചെയ്തു. ഇവിടെ നമുക്ക് I തന്നിട്ടില്ല. Iക്ക് പകരം V ആണ് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കാം, Vയും Rഉം T ആണ് നമുക്കുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് T നോക്കി. T മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ Tനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 into 60 seconds. ഇതൊരു 180 seconds. 3 into 6 into 3 80. 0 ആഡ് ചെയ്തു 180 seconds. അപ്പോൾ നമ്മൾ 3 മിനിറ്റ് എന്ന് പറയുന്നത് 180 സെക്കൻഡ് ആണ്. നമ്മൾ എന്താ ചോദ്യം? ഹീറ്റ് കണ്ടുപിടിക്കാൻ അല്ലേ? ഈ സിസ്റ്റത്തിൽ 230 വോൾട്ടിൽ 920 റെസിസ്റ്റൻസിൽ 3 മിനിറ്റ് എന്താണ് 3 മിനിറ്റ് ആകുമ്പോൾ ഈ സിസ്റ്റത്തിൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്ത ഹീറ്റ് എന്തോരുള്ളത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറിയാവുന്നത് എന്താണ്? I²RT ഉപയോഗിക്കാൻ പറ്റുമോ? I²RT ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് I വേണം അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് I തന്നിട്ടുണ്ടോ? I തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കും? നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചു അല്ലേ? H is equal to VAT, H is equal to VAT, H is equal to I²RT, H is equal to V² into T/R. അപ്പോൾ ഈ 3 ഉള്ളത് ഏത് ഇക്വേഷൻ ആണ്? പഠിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ H is equal to I²RT അല്ലേ? H is equal to VIT, H is equal to V² into T divided by R. നോക്കിയേ, ഇത് ഈ വിയും ആറും ടിയുള്ള ഇക്വേഷൻ ഏതാണ് ഇതിൽ? വിയും ടിയും ആറും 3 മണ്ണല്ലേ? ഈ ഇക്വേഷൻ എടുക്കാൻ പറ്റുമോ? H is equal to I²RT എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമുക്ക് ഐയുടെ വില അറിയില്ല. ഈ രണ്ടാമത്തെ ഇക്വേഷൻ H is equal to VAT എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അവിടെയും ഒരു I ഉണ്ടല്ലേ? ഐയുടെ വില നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ നോക്കിയേ. H is equal to V² into T divided by R. അപ്പോൾ നോക്കിയേ, V അറിയാം, T അറിയാം, R അറിയാം. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പോകുന്നത്? H is equal to V² into T divided by R. നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് കിട്ടിയില്ലേ? H is equal to V² into T divided by R. V² എന്ന് പറയുന്നത് എത്രയാണ്? V എന്ന് പറയുന്നത് 230. അപ്പോൾ V² എന്ന് പറയുമ്പോൾ 230 സ്ക്വയർ ഇൻറ്റു T എത്രയാണ്? 180 സെക്കൻഡ് അല്ലേ? 180 സെക്കൻഡ് ഡിവൈഡ് ബൈ R എത്രയാണ്? 920 ഓം. ഇത്രയും കിട്ടിയില്ല നമുക്ക്. നമുക്ക് സ്റ്റെപ്പിലേക്ക് പോവാം. 230 സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം? 230 ഇൻറ്റു 230 ചെയ്താലോ? 230 സ്ക്വയർ എന്ന് പറയുന്നത് 230 into 230 അല്ലേ? അപ്പോൾ നമുക്ക് 230 into 230 എഴുതി ഇൻറ്റു 180 ഡിവൈഡ് ബൈ 920. നമ്മളെന്താണ്? നമ്മൾ വെട്ടി കുറയ്ക്കാനാണ് പോണത് അല്ലേ? അറിയാം, വെട്ടി കുറയ്ക്കാൻ അറിയാം. നോക്കാം. ST സൈഡ് മാച്ചറിയാണ്. കാൽക്കുലേഷൻ എളുപ്പത്തിന് സ്ഥലമില്ലാത്തതുകൊണ്ട് മാച്ചറിയാണ്ട. ഇത് കഴിഞ്ഞിട്ട് പോണത് ഇവിടേക്കാണ് കേട്ടോ. എസ്റ്റോടെ എഴുതിക്കാം. T എന്ന് പറയുന്നത് 180 സെക്കൻഡ്, V 230 വോൾട്ട്. പിന്നെ തന്നെ നമുക്ക് തന്നേർന്നത് R is equal to 920. ഇത്രയാണ് തന്നേർന്നത്. നമ്മൾ ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം. ജസ്റ്റ് വെട്ടിക്കളഞ്ഞ് നോക്കാം അല്ലേ? എന്താണ്? ടു 30 920 നെക്സ്റ്റ് ക്യാൻസൽ ചെയ്ത് നോക്കിയേ. 230 920 92. അപ്പോൾ എന്താണ്?
23 into 4 ആണ് 92 അല്ലേ? ഓക്കെ, 23 into 4 റിമൈൻഡർ 1 92. അപ്പോൾ നമുക്ക് 230 920 എങ്ങനെ ഡിവൈഡ് ചെയ്ത് കളയാം? എങ്ങനെ വെട്ടിക്കളയാം? 23 into 4 23 into 4 ആണ്, 230 into 4 ആണ് 920. അപ്പോൾ നമ്മൾ 230 into 4 920 ആയിരുന്നു. ഇത് രണ്ടും വെട്ടി അടിയിൽ 4 എഴുതി. കാരണം എന്താ? 230 into 4 ആണ് 920. ഇവിടെ 4 വരും, ഇവിടെ 1 വരും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് നോക്കിയേ, ഈ 4 വെച്ച് നമ്മൾ ഇതിനെ വെട്ടിക്കളയാൻ പോയി, ഈ ഒരു ടേമിനെ വെട്ടി പോകും നോക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4ന്റെ ടേബിളിൽ എന്താണ് 180 പോകുന്നു അല്ലേ? അപ്പോൾ നമുക്ക് 180 4 into എത്രയാണ് 180 നോക്കിയേ? 180 divided by 4 നോക്കാം. ഇതാണ് 4 16 25 അല്ലേ? അപ്പോൾ എന്താണ് ഈ 4 into 180 എങ്ങനെ മാറ്റാം? നമുക്ക് 4 into 45 ആണ് 180. നമ്മൾ എന്ത് ചെയ്ത്? 4നെ 180നെ ക്യാൻസൽ ചെയ്ത് 4 into 45 ആണ് 180. 180ക്ക് പകരം 45 എഴുതി. ബാക്കി എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ? 230 45 അല്ലേ? ഞാൻ കാൽക്കുലേഷൻ ചെയ്യണ്ടേ? 230 into 45 ചെയ്യാം. അപ്പോൾ 230 into 45 0 അവിടെ നിർത്തിയില്ല, നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. 230 into 45 23 into 45. ഇത് കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ ഒരു 0 ചേർത്താൽ മതി. 15 5 റിമൈൻഡർ 1 10 11 അല്ലേ? ഇനി 4 into 3 12 into 2 റിമൈൻഡർ 1 4 into 2 8 റിമൈൻഡർ 1 9 5 3 1 plus 9 10 1 1 0 3 5. ഇനി എന്താണ്? ഒരു 0 കൊണ്ട് ആഡ് ചെയ്യേണ്ടല്ലേ? ആൻഡ് 230 into 45 തന്നെയാണ് ഇത്. 230 into 45 എന്നാണ് എച്ച്. നമുക്കിപ്പോൾ എന്ത് ചെയ്യും? 23 into 45 ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ? ഒരു 0ൻ്റെ കൂടെ ആഡ് ചെയ്യുക. 1 0 3 5 0. എന്താണ്? യൂണിറ്റ് ജൂൾ. അപ്പം ഹീറ്റ് ഈ സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്ത ഹീറ്റ് എത്രയാണ്? 10,350 ആണ് ഈ സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്ത ഹീറ്റിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? വോൾട്ടേജ് 230 വോൾട്ട്, റെസിസ്റ്റൻസ് 920 ഓം, ടൈം 3 മിനിറ്റ് അല്ലേ? അങ്ങനെയുള്ള സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് ആയിരുന്നു കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. അപ്പോൾ നമ്മളിത് അതിന് ടൈമിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റി 3 into 60 = 180 സെക്കൻഡ്സ് എഴുതി അല്ലേ? നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അറിയാവുന്നത് വിയും ടിയും ആറാണ് പറയാവുന്നത്. അപ്പോൾ വിയും ടിയും ആറും വെച്ചിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? v² into t divided by r. അപ്പോൾ നമ്മൾ v² എന്ന് പറയുന്നത് ചെയ്താൽ 230 the whole square into ടൈം എത്രയാണ്? 180 സെക്കൻഡ് ഡിവൈഡഡ് ബൈ r എത്രയാണ്? 920. അപ്പോൾ നമുക്ക് 230 the whole square എങ്ങനെ എഴുതാം? 230 into 230 into 180 divided by 920. എന്താണ്? ഈ 230 into 4 ആണ് 920. അപ്പം നമ്മൾ ക്യാൻസൽ ചെയ്ത് 1 4 എഴുതി. 230 into 4 ആണ് 920. അത് നമ്മൾ 230 920 ക്യാൻസൽ ചെയ്ത് 4 എഴുതി. നമുക്ക് എന്താ? നമ്മൾ 4ഉം 180 കൂടി ക്യാൻസൽ ചെയ്തു. 4 into 45 ആണ് 180. നമ്മൾ സ്റ്റെപ്പ് കാണിച്ചിരുന്നായിരുന്നു. 4 into 45 ആണ് 180. അതുകൊണ്ട് തന്നെ 4 180 ക്യാൻസൽ ചെയ്ത് നമ്മളോട് 45 എഴുതി. ബാക്കി ആരൊക്കെ ഉണ്ട്? 230 into 45 അല്ലേ? നമുക്ക് എച്ച് എന്ന് പറയുന്നത് 230 into 45 ആണ്. അപ്പോൾ നമ്മൾ 0 മാറ്റി നിർത്തി 23 into 45 ചെയ്തു. 23 into 45 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1035 എന്ന് കിട്ടി. ഒരു 0 അവിടെ ബാക്കി കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ ആ 0 നമ്മൾ ബാക്കിൽ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്? 10,350 ആണ് ഈ സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്ത ഹീറ്റിൻ്റെ എമൗണ്ട്. ഇതാണ് ഒരു മെത്തേഡ്. ഇനി വേറെ രീതിയിലൂടെ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാം. അത് നമുക്ക് ഞാൻ നോക്കാം. എക്സാമിൽ നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ മെത്തേഡ് ഇത് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് തന്ന സാധനങ്ങളൊക്കെ അളവുകളൊക്കെ കറക്റ്റാണ്. നമ്മൾ വേറെ മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്താണ്? അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്തൊക്കെയാണ്? h = I² RT. ഇതാണ് ഒരു ഇക്വേഷൻ അല്ലേ? ഈ h = VIT. ഇതാണ് വേറെ ഇക്വേഷൻ. ഇത് ഏത് ഇക്വേഷനും എടുത്താലും നമുക്ക് എന്തറിയണം? I അറിയണം അല്ലേ? I = എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് I തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണ്? നമുക്ക് തന്നേണ മെഷർമെൻറ്റ്സിൽ നിന്ന് തന്നേണ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഐയുടെ വില കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഒന്നുകൂടി ചെയ്താൽ R = എത്രയാണ്? 920 ഓം
V is equal to 230 volt. T is equal to 180 seconds. ഇതാണ് നമുക്ക് അറിയാവുന്നത് അല്ലേ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് I കണ്ടുപിടിക്കണം. I കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. I കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് ഓംസ് ലോ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓംസ് ലോ, അക്കോർഡിംഗ് ടു ഓംസ് ലോ I ഈക്വൽ ടു എന്താണ്? ഞാൻ ട്രയാങ്കിൾ വരച്ച് പഠിപ്പിച്ചെന്ന് ഓർക്കല്ലോ. ട്രയാങ്കിൾ വരച്ച് ഓംസ് ലോ ട്രയാങ്കിൾ വരച്ച് പഠിച്ചു അല്ലേ? I is equal to എന്താണ്? I equal to V by R ആണ്. പറഞ്ഞ ജസ്റ്റ് ആ സെക്ഷൻ ഒന്ന് നോക്കാം. കറണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ടിന്റെ എമൗണ്ട് കിട്ടും. അപ്പോൾ നോക്കാം, ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ I is equal to V by R. V എത്രയാണ്? V എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. ഡിവൈഡ് ബൈ R എത്രയാണ്? 920 അല്ലേ? 0 ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് 23 ഡിവൈഡ് ബൈ 92 ചെയ്യുമ്പോൾ എന്താണ്? 23 × 4 ആണ് 92. അപ്പോൾ എന്താണ്? 1/4. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് 1/4 ആണ്. നമ്മൾ എന്താണ് ഡെസിമൽ ഇതാണ്. ഡെസിമൽ എഴുതുമ്പോൾ എങ്ങനെ വരും? 1 ഡിവൈഡ് ബൈ 4 0 പോയിന്റ് അല്ലേ? ഇതാണ് 1 പോകത്തോണ്ട് നമ്മളൊരു പോയിന്റ് ഇട്ടു, ഒരു 0 കൊടുത്തു. എന്താണ്? 2 8 റിമൈൻഡർ 2 0 എന്നൊരു 5 0.25. ഡെസിമലിലെ 1/4 നമുക്ക് അറിയാം. ഡെസിമലിലെ കാര്യങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 1/4 നമ്മൾ ഡെസിമലിലേക്ക് നമുക്ക് 0.25 എന്ന് കിട്ടി. ഇനി നമ്മൾ 0.25 വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കറണ്ട് കിട്ടിയത് 0.25 ആംബിയർ. കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആയതുകൊണ്ട് 0.25 ആംബിയറിന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയപ്പോൾ ഉണ്ടാവും? അപ്പോൾ നമുക്ക് എന്താണ്? V അറിയാം, I അറിയാം, T അറിയാം. ആ ഇക്വേഷൻ വെച്ചിട്ട് V8 വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ I2 R വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കി, I അറിയാം, R അറിയാം, T അറിയണം അല്ലേ? നോക്കി, I അറിയാം, R അറിയാം, T അറിയാം. അപ്പോൾ നമുക്ക് ഇത് വയ്ക്കാം. നമുക്ക് I2 R വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ I2 R വെച്ച് കണ്ടുപിടിക്കുമ്പോൾ H is equal to I2 RT. I2 എത്രയാണ്? I 0.25 ആണ്. I2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.25 ഹോൾ സ്ക്വയർ ഇൻറ്റു R എത്രയാണ്? 920 ഓം ഇൻറ്റു T എത്രയാണ്? 180. ഇത്രയാണല്ലോ നമുക്ക് തന്നിട്ടുള്ള മെഷർമെൻറ്റ്സ്. നമുക്ക് തന്നിട്ടുള്ളത് യൂണിറ്റ്സ് ഒക്കെ എത്രയാണ്? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്താണ് 0.25 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 25 എന്ന് വായിക്കാം അല്ലേ? 25 × 25 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 625 ആണ് അല്ലേ? 25 × 25 5 റിമൈൻഡർ 2 10 12 0 റിമൈൻഡർ 1 4 5 625 ആണ്. 625 ആണ്. ഇവിടെ നോക്കാം എത്ര ഡെസിമൽ പ്ലേസ് ആണ് ഉള്ളത്? 625. ഇവിടെ നമുക്ക് 0.25 ഹോൾ സ്ക്വയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 0.25 ഇൻറ്റു 0.25 ഇൻറ്റു 920 ഇൻറ്റു 180. നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഡെസിമൽ പ്ലേസ് എണ്ണി നോക്കാം. 1 2 3 4 4 ഡെസിമൽ പ്ലേസ് ആണ് ഉള്ളത് അല്ലേ? ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നത് എത്ര വേണം? ബാക്ക് ചെയ്യുന്ന 4 പ്ലേസ് മാറിയിട്ട് വേണം ഡെസിമൽ പോയിന്റ് ഇടാൻ. അപ്പോൾ നോക്കാം 1 2 3 നമുക്ക് 4 പ്ലേസ് മാറണം അല്ലേ? ഇവിടെ 3 ഉള്ളൂ. അപ്പോൾ നമ്മുടെ 2 0 ഇട്ട് കൊടുക്കാം. അതിന് 2 പോയിന്റ് ഇടാം. അപ്പോൾ എന്താണ്? 0.0625 എന്നായിരിക്കും ഇതിൻ്റെ ഉത്തരം. പോയിന്റ് വന്നുകൊണ്ടാണ് നമ്മളോട് ഫ്രണ്ടിൽ ഒരു 0 കൂടെ ആഡ് ചെയ്ത് കൊടുത്തത്. കാരണം എന്താണ്? നോക്കാം, ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട് അല്ലേ? അപ്പോൾ മൊത്തം 4 ഡെസിമൽ പ്ലേസ്. ഉത്തരത്തിൽ നമ്മൾ 4 പ്ലേസ് നീക്കിയിട്ട് വേണം പോയിന്റ് ഇടാൻ. നമുക്ക് 625 3 ഇല്ലല്ലോ. അപ്പോൾ നമ്മളൊരു 0 ആഡ് ചെയ്തു, 0 കൂട്ടി എഴുതി. അതിൻ്റെ ഇപ്പുറത്ത് പോയിന്റ് നോക്കി 1 2 3 4 ഉണ്ട്. 4 പ്ലേസ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇട്ടു. അതിന് മുമ്പിൽ നമ്മൾ വെറുതെ 0 കൊണ്ട് ഇട്ടു. അപ്പോൾ 0.0625 ആണ് എന്നിൻ്റെ ഉത്തരം. 0.25 × 0.25 is equal to 0.0625. നമുക്ക് ബാക്കി ചെയ്യാം. എന്താണ് 0. ഞാൻ ജസ്റ്റ് മാച്ചുകളാണ്. പിന്നെ ഒന്നേ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. കളർ മാറ്റിയില്ല നിങ്ങൾ പറഞ്ഞു. 0.0625 ഇൻറ്റു ഇതാണ് 920 ഇൻറ്റു 180. ഇത്രയും കിട്ടിയില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 92 × 18 നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 92 × 18 എന്ന് പറയുന്നതാണ്. 92 × 18 16 6 റിമൈൻഡർ 1
9 8s are 22, 23, 2, 9, 6, 5, 16. അപ്പോൾ 1656 ഇൻറ്റു എന്താണ് 2 പൂജ്യം കൂടെ ഉണ്ടല്ലേ, പൂജ്യയുടെ അവസാനം നമുക്ക് ആഡ് ഓൺ ചെയ്യാം. 1656 ഇൻറ്റു 625 ഉണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾ കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തെറ്റി കഴിഞ്ഞാൽ ഒരു സംഖ്യ എന്തെങ്കിലും ചെറിയ ശ്രദ്ധക്കുറവ് വന്നു കഴിഞ്ഞാൽ മൊത്തം ആൻസർ തെറ്റും. അപ്പം അത്രയും സൂക്ഷിച്ച് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. 0 റിമൈൻഡർ 3 25 25 5 into 5 25 25 plus 6 28 remainder 2 30 32 remainder 3 8 12 2 into 6 12 remainder 1 10 11 remainder 1 6 into 6 36 plus 1 37 7 remainder 3 2 into 6 12 and 2 remainder 1 5 into 2 10 11 remainder 1 6 into 2 12 13 into 3 remainder 1 2 into 1 1 2 plus 1 3 എന്താണ് 6 അല്ലേ 6 into 6 36 6 remainder 3 6 into 5 30 30 plus 3 33 3 remainder 3 6 into 6 36 36 plus 3 39 9 remainder 3 6 into 1 6 6 plus 3 9. ജസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മാർച്ച് കളിയാണ്. നോക്കാം നമുക്ക് 0 8 plus 2 10 0 remainder 1 2 3 6 7 8 9 10 0 remainder 1 9 9 plus 6 15 5 remainder 1 10 13 3 remainder 1 10 നമുക്ക് എത്ര കിട്ടി and 10 3 5 0 0 0 എന്ന് കിട്ടി അല്ലേ. ഇനി എത്ര 2 പൂജ്യം കൊണ്ട് ആഡ് ചെയ്യാൻ നമ്മൾ 0 0 എന്നുകൂടി ഇട്ടു. നോക്കാം നമുക്ക് ഡെസിമൽ പ്ലേസ് നോക്കാം. 4 പ്ലേസ് മാറ്റിയാണ് പോയിന്റ് ഉണ്ട് അല്ലേ. നമുക്ക് ഇവിടെ ക്വസ്റ്റിൽ 1 2 3 4 അത് വെച്ചാണ് നമ്മൾ ഇൻറ്റു ചെയ്ത്. അപ്പോൾ 4 പ്ലേസ് മാറ്റിയാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് ചെയ്യുന്ന 4 പ്ലേസ് മാറ്റാണ് 1 2 3 4. എന്തുവരും ഇവിടെ വരും എന്തുവരും 10 3 5 0 നോക്കിയേ കറക്റ്റ് അല്ലേ കിട്ടിയെന്ന് നോക്കിയേ അല്ലോ. കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ ആൻസർ ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടി. ഇത് ഡെസിമൽ പ്ലേസ് എടുത്ത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. നമ്മൾ ആദ്യം എന്താണ് 92 into 18 ചെയ്തു. 92 into 18 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 1656 എന്നാണ്. അപ്പോൾ 1656 into 625 ആണ് ചെയ്യുന്നത്. നമ്മൾ ഡെസിമൽ പ്ലേസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണില്ല. ആദ്യമായിട്ട് പറഞ്ഞ് 625 ചെയ്തു. അപ്പോൾ 1656 into 625 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ് 1035000 അല്ലേ. 2 സീറോനോട് ആഡ് ചെയ്യാനല്ലേ നമ്മളത് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ 2 സീറോ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തു. നമ്മൾ നോക്കേണ്ടതാണ് ഡെസിമൽ പ്ലേസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നോക്കാം ഇവിടെ നമ്മൾ 4 ഡെസിമൽ പ്ലേസ് ഉണ്ട് അല്ലേ 1 2 3 4. നമ്മൾ ക്വസ്റ്റിൻ്റെ ആൻസറിൻ്റെ ബാക്കിൽ നിന്ന് 4 പ്ലേസ് മാറ്റിയിട്ട് 1 2 3 4 4 പ്ലേസ് മാറ്റിയിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ടു. അപ്പോൾ നിങ്ങൾ വായിക്കാം 1000 10,350. അപ്പോൾ നേരത്തെ കിട്ടിയ ആൻസറും സെയിം തന്നെയാണ് 10,350. നമുക്കൊരു ഇക്വേഷൻ വേണ്ടി അറിയാം അല്ലേ. എന്താണ് H is equal to VIT. H is equal to VIT. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ H is equal to VITയിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ സെയിം ആൻസർ തന്നെ എന്താ 10,350 ഉത്തരം കിട്ടേണ്ടതെന്ന് നോക്കാം. 10,350 ഉത്തരം കിട്ടും. ജസ്റ്റ് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. കിട്ടിയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. എന്താണ് വി അറിയാം അല്ലേ. വി നമുക്ക് എന്താ പറയുക 230 എന്നറിയാം. ഐ എത്രയാണെന്ന് കണ്ടുപിടിച്ചു 0.25 ആണെന്ന് കണ്ടുപിടിച്ചു. ടി 180 സെക്കൻഡ് ആണെന്ന് അറിയാം. ഇത് 3 ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ എന്താണ് 200 ഞാൻ പറഞ്ഞുതരാം. 230 ഇൻറ്റു ഐ എന്ന് പറയുന്നത് 0.25 ഇൻറ്റു 180. നിങ്ങൾ ഇൻറ്റു ചെയ്ത് നോക്കാം. ഇൻറ്റു ചെയ്ത് നോക്കുമ്പോൾ എത്ര ഉത്തരം കിട്ടണം 10,350 ജൂളിന് ഉത്തരം കിട്ടണമെന്ന് നോക്കാം. എന്താണ് നിങ്ങൾ കറക്റ്റ് കാൽക്കുലേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 10,350 കിട്ടും. കിട്ടുകയാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ നിങ്ങളിത് ഹോംവർക്കായിട്ടൊന്ന് നോട്ട്ബുക്കിൽ ചെയ്യുക. അപ്പോൾ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 3 രീതിയിൽ ചെയ്ത് കണ്ടു അല്ലേ. ആദ്യം നമ്മൾ എന്താണ് h=i²rt വെച്ച് ചെയ്തു. പിന്നെ എന്താണ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഐക്ക് പകരം വി ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, v² × t r എന്ന ഫോർമുല വെച്ച് ചെയ്തു. ഇനി എന്താണ് അടുത്തൊരു മെത്തേഡായിട്ട് ചെയ്തത്, ഈ ഐ എങ്ങനെ കണ്ടുപിടിച്ചു, വിയും ആറും അറിയാമെങ്കിൽ നമുക്ക് ഐ എങ്ങനെ കണ്ടുപിടിക്കാം, i = v/r ആണെന്ന് അറിയാം. അപ്പോൾ v/r വെച്ച് i 0.25 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തു, h=i²rt യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടി, 10,350 തന്നെ കിട്ടി. നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് നിങ്ങൾ ഈ ഇക്വേഷനിൽ വെച്ച് ഹീറ്റ് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് 10,350 തന്നെ കിട്ടും. ഇതാണ് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ എക്സാമിൽ ചോദിക്കുമ്പോൾ ഒരു ഇക്വേഷൻ തന്നെ ചെയ്യണമെന്നില്ല. എന്താണ് തന്നിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ ചൂസ് ചെയ്യാം. പക്ഷേ ഈ 3 ഇക്വേഷൻ ഓർമ്മയിലിരിക്കണം, എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയും നിർത്താം. നമുക്ക് നാളെ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് നാളെ ചെയ്യാം, അടുത്ത ക്ലാസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതാം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.